നമസ്കാരം പ്രിയ കുട്ടികളെ, നമുക്കിന്ന് ചിഹ്നങ്ങൾ പഠിക്കാം. എഴുതാനും വായിക്കാനും ചിഹ്നങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും നന്നായി എഴുതി പഠിക്കണം കേട്ടോ. ആദ്യം ആയുടെ ചിഹ്നം പഠിക്കാം. ദീർഘം എന്നാണ് ഈ ചിഹ്നത്തെ വിളിക്കുന്നത്. അക്ഷരങ്ങളെ നീട്ടി പറയാനാണ് ഉപയോഗിക്കുന്നത്. ത പ്ലസ് ആ, താ, താര. ന, പ, സ, ല. ഇനി ഈയുടെ ചിഹ്നം വള്ളിയാണ്. ഈയുടെ ചിഹ്നം വ പ്ലസ് ഇ, വി, വില. ഡി, ചി, ഷി, റി. ഇനി ഈ എന്ന ചിഹ്നം ഈ എന്ന വള്ളി ചിഹ്നത്തിൻ്റെ കൂടെ ഒരു കെട്ട് കൂടെ ചേർത്തതാണ് ഈ എന്ന ചിഹ്നം. ന പ്ലസ് ഇ, നീ, നീല. കി, ജി, ദി, രി. ഇനി ഉ എന്ന ചിഹ്നം എന്ന ചിഹ്നം ഇതുപോലെയാണ് എഴുതുന്നത്. ക പ്ലസ് ഉ, കു, കുട. പു, തു, ചു, യു. ഉ എന്ന ചിഹ്നത്തിൻ്റെ കൂടെ ഒരു വട്ടം കൂടി ചേർത്തതാണ് ഊ. ക പ്ലസ് ഉ, കൂ, കൂട്. തു, ജു, സു. അടുത്തത് എർ എന്ന ചിഹ്നമാണ്. ഇതുപോലെയാണ് എർ എന്ന ചിഹ്നം എഴുതുക. പ പ്ലസ് ർ, വൃ, വൃക്ഷം. തൃ, കൃ, ഷൃ. എ എന്ന ചിഹ്നം ഇങ്ങനെയാണ് എഴുതുന്നത്. അക്ഷരത്തിൻ്റെ മുന്നിലാണ് എയുടെ ചിഹ്നം. വ പ്ലസ് എ, വേ, വെള്ളം. ലേ, മേ, നേ, ഡേ. എയുടെ ചിഹ്നവും അക്ഷരത്തിന് മുന്നിലാണ്. പ പ്ലസ് എ, പേ, പേന. കേ, തേ, ലേ, സേ. ഐ എന്ന ചിഹ്നം ഇങ്ങനെയാണ്. ക പ്ലസ് ഐ, കൈ, കൈലാസം. കൈ, തൈ, പൈ, വൈ. അടുത്തത് ഓയാണ്. ഓയുടെ ചിഹ്നം ഇതുപോലെയാണ്. അക്ഷരത്തിന് മുന്നിലും പിന്നിലും ചിഹ്നം വരുന്നു. ക പ്ലസ് ഒ, കോ, കൊടി. ലോ, പോ, ദോ, സോ. ഇനി ഓ അക്ഷരത്തിന് മുന്നിലും പിന്നിലും ചിഹ്നം വരുന്നു. ല പ്ലസ് ഓ, ലോ, ലോകം. കോ, പോ, നോ, ജോ. അടുത്തത് ഔ. ഔവിൻ്റെ ചിഹ്നം ഇതാണ്. ബ പ്ലസ് ഔ, ബൗ, ബൗ, ബൗ. പൗ, സൗ, മൗ. അടുത്തത് അമ്മിൻ്റെ ചിഹ്നം ഇതാണ്. ഹ പ്ലസ് ഹം, ഹംസം. സം, കം, പം, ലം.